ബലാത്സംഗ കേസിൽ പ്രതിയേർക്കപ്പെട്ട പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇന്നലെ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ പ്രതിയെ പെട്ടെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് ADGPയും നൽകിയത്. ഇതിനു പിന്നാലെ സംസ്ഥാന വ്യാപകമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തി വക്കാലത്ത് ഒപ്പിട്ടതായി വിവരങ്ങൾ വന്നിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊങ്ങിയത് കോയമ്പത്തൂരിലാണ്. അവിടെ ഒരു ഒളിത്താവളത്തിലുണ്ട് എന്നുള്ളൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് വ്യാപകമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ തമിഴ്നാട്ടിലെ ചില സംശയമുള്ള പ്രദേശങ്ങളിലും അന്വേഷണ സംഘത്തിന്റെ പരിശോധനകൾ നടക്കുന്നുണ്ട്, നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിയിടം കൃത്യമായി അറിയാവുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില സുഹൃത്തുക്കളും ബന്ധുക്കളും നിരീക്ഷണത്തിലാണ്. ഇവരെ ഒരുപക്ഷെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തേക്കും. അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ക്രൂരത വെളിവാകുന്ന യുവതിയുടെ മൊഴിയുടെ ചില വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നു. യുവതി മൊഴി നൽകിയത് പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ 2 തവണ യുവതിക്ക് ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് നൽകിയെന്നാണ് വ്യക്തമാകുന്നത്. മെയ് 30-നാണ് ആദ്യ ഡോസ് നൽകിയതെന്നാണ് യുവതി പറയുന്നത്. അതിനുശേഷം വീണ്ടും ഒരു ഡോസ് കൂടി മരുന്ന് നൽകി. വീര്യം കൂടിയ മരുന്നാണ് യുവതിക്ക് നൽകിയതെന്ന് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ മരുന്ന് കഴിച്ച ശേഷം യുവതിക്ക് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് മൊഴിയിൽ പറയുന്നത്. ഡോക്ടറുടെ സേവനം തേടി ഈ ഡോക്ടറെ കണ്ടെത്തി മൊഴിയെടുക്കും. കടുത്ത മാനസിക പ്രതിസന്ധിയും യുവതി നേരിട്ടിരുന്നു. തുടർന്ന് സൈക്കോളജിസ്റ്റിന്റെയും സഹായം തേടിയിരുന്നു. ആ സൈക്കോളജിസ്റ്റിന്റെയും മൊഴിയെടുക്കും. അതിനൊപ്പം തന്നെ യുവതിയെ ബലാത്സംഗത്തിന് വിധേയമാക്കിയ ഫ്ളാറ്റുകളിൽ പോലീസ് എത്തി ഫോറൻസിക് പരിശോധന അടക്കം നടപ്പാക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ പാലക്കാട് ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ജില്ലാ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. അന്വേഷണ സംഘത്തിലെ ഈ ഉദ്യോഗസ്ഥർ പാലക്കാട് തന്നെ തുടരുകയാണ്. അതേസമയം ശക്തമായ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി പെൺകുട്ടിയുടെ ശബ്ദ സാമ്പിളുകൾ അന്വേഷണ സംഘം ശേഖരിക്കും. നിലവിൽ പുറത്തുവന്ന ശബ്ദരേഖയുടെ ആധികാരികത ഉറപ്പിക്കാനാണ് ഈ നീക്കം.